നമ്മൾ പോണത് ബ്രിട്ടീഷ് മ്യൂസിയം കാണാനാണ്. നടന്നാണ് പോയത്. പോണ വഴി ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് കണ്ട് നോക്കിയപ്പം തൊട്ടപ്പുറത്ത് ഒരു ആസ്ട്രോളജി ഷോപ്പ്. നാട്ടിലത്തെ ആസ്ട്രോളജി ഷോപ്പ് പോലെ എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ജ്യോത്സ്യനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ കുറച്ച് വാങ്ങാനുള്ള സാധനങ്ങളും പാമിസ്ട്രീൻ്റെ ബുക്സും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് പിന്നെ ഇന്ന് അധികം സമയം കളയാനില്ലാത്തതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നടന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലെത്തി. ഞാൻ പണ്ടൊരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടപ്പോഴാണ് തീരുമാനിച്ചത് എന്തായാലും UK വരുമ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയം കാണണം എന്ന്. മ്യൂസിയത്തിൻ്റെ ബിൽഡിങ് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ വലിയ പില്ലേഴ്സൊക്കെ ആയിട്ട് ഒരു ജൈജാൻറ്റിക് ബിൽഡിംഗ് ആയിരുന്നു അത്. നിങ്ങൾക്ക് ആൾക്കാരുടെ വലുപ്പവും ബിൽഡിങ്ങും വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഓരോ തൂണും എത്ര വലുപ്പമുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് ഉള്ളിലെത്തി. മ്യൂസിയം ഭയങ്കര വലുതായിരുന്നു കേട്ടോ. നമ്മൾ കയറിയ ഉടനെ തന്നെ കണ്ടത് ഈജിപ്ഷ്യൻ ഡിസ്പ്ലേസ് ആയിരുന്നു. അതേപോലെ ചൈന, അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം പണ്ട് നമ്മൾ ഈ മമ്മി മൂവിയിലൊക്കെ കാണുന്ന സാധനങ്ങൾ നേരിട്ട് കാണാൻ പറ്റുക. എന്തായാലും ഈജിപ്തിലൊന്നും പോയിട്ടില്ല, പോകാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1753 എന്നുണ്ടെങ്കിലും അത് ഓപ്പൺ ആയത് 1759 ഈ മ്യൂസിയം ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഹിസ്റ്ററിയും കൾച്ചറും ആർട്ടുമാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇവിടുത്തെ ഡിസ്പ്ലേ ഐറ്റംസ് പുതിയതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ ഡിസ്പ്ലേസ് കണ്ടിട്ട് നമ്മൾ അടുത്ത് പോയത് റോമൻ ഗ്രീക്ക് ഡിസ്പ്ലേസ് കാണാനായിരുന്നു. വേറെ ഏതോ ലോകത്തെത്തിയ പോലെയായിരുന്നു. കാരണം അത്രയും പഴയ കാലത്തെ സാധനങ്ങളായിരുന്നു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. റോമൻ എംപയറിൻ്റെ ഓൾമോസ്റ്റ് 1000 ഇയേഴ്സിൻ്റെ ഡിസ്പ്ലേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു, ജ്വല്ലറി ഉണ്ടായിരുന്നു, സ്റ്റെൽ സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റോൺസ് ഉണ്ടായിരുന്നു, പോട്ട്രേ ഉണ്ടായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സാധനങ്ങളും ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് പോയതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഏഷ്യൻ ഡിസ്പ്ലേസ് കാണാൻ. എസ്പെഷ്യലി ഇന്ത്യൻ ഡിസ്പ്ലേസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണാനായിരുന്നു ഞാൻ ക്യൂരിയസ് ആയിരുന്നത്. ഇന്ത്യ, ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ ഡിസ്പ്ലേസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഒരു അമ്പലത്തിൽ പോയ പ്രതീതിയായിരുന്നു. കാരണം എല്ലാ ദൈവങ്ങളും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ബുദ്ധ ഉണ്ടായിരുന്നു. പലതരം പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, കോയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ കാണാത്ത പല സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോയത് ആഫ്രിക്കൻ ഡിസ്പ്ലേസ് കാണാനായിരുന്നു കേട്ടോ. ഈ നമ്മൾ കണ്ടത് വെച്ച് ഒരു വേറെ തന്നെ വെറൈറ്റി ഓഫ് തിങ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആഫ്രിക്കൻ ടെക്സ്റ്റൈൽ, പോട്ട്രി, മെറ്റൽ വർക്ക്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അവരുടെ ക്ലോത്തിങ്ങിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര കളർഫുൾ ആൻഡ് ഡിഫറെൻ്റ് ആയിരുന്നു. നടന്ന് കാണാനും ഇങ്ങനെ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രം ഡിസ്പ്ലേസ് ഉണ്ട്. നമുക്കത്ര സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഓട്ട പ്രദക്ഷിണം നടത്തുകയാണ് ചെയ്തത്.
അങ്ങനെ നടന്ന് നമ്മൾ എത്തിയത് സോവനിയേഴ്സും ഹിസ്റ്ററി റിലേറ്റഡ് ബുക്സൊക്കെ വാങ്ങാനൊക്കെ ഉള്ളൊരു സ്ഥലവും പിന്നെ റിഫ്രഷ്മെൻറ്റിനായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമൊക്കെ ഉള്ളൊരു സെക്ഷനിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോകണം. അതാണ് നമ്മുടെ അവസാനത്തെ സ്ഥലം ഇന്ന് പോകാനുള്ളത്. അതാണ് ഷെർലക് ഹോംസ് മ്യൂസിയം. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ ഷെർലക് ഹോംസ് മ്യൂസിയത്തിലേക്ക്. പോണ വഴി ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്ന വീടും കണ്ടു. അത് കണ്ടപ്പോൾ ഒരു സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ കാണുന്ന വിചാരിക്കാത്തൊരു സാധനം കണ്ടപ്പം, അതും ചാൾസ് ഡാർവിൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേരല്ലേ. അങ്ങനെ നടന്ന് നമ്മൾ ഷെർലക് ഹോംസ് മ്യൂസിയത്തിലെത്തി. നമ്മൾ എന്തോ ഭാഗ്യമുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആയിരുന്നു. അവർ കുറച്ച് പേരെ കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ നമ്മൾ പെട്ടു. ആദ്യം നമ്മൾ പോയത് സോവനീർ ഷോപ്പിലേക്കാണ്. അവിടെ ഷെർലക് ഹോംസിൻ്റെ ഫേമസ് ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ, ക്യാപ്പ്, പെന്ന് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സോവനീർ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ മ്യൂസിയത്തേക്ക് കയറി. അവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്കത്ര എൻ്റർടൈനിങ് ആയിരുന്നില്ല. കാരണം എനിക്ക് ഷെർലക് ഹോംസിൻ്റെ സ്റ്റോറീസ് അത്ര അറിയുന്നുണ്ടായിരുന്നില്ല. അറിയണവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സ്റ്റോറി ടെല്ലർ പോലെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഷെർലക് ഹോംസിൻ്റെ റൂമിലത്തെ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അത് എപ്പോഴാണ് യൂസ് ചെയ്തിരുന്നത്, എന്തിനാണ് യൂസ് ചെയ്തിരുന്നതെന്നൊക്കെ പറഞ്ഞു തരാനും. ബട്ട് സ്റ്റിൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു റിസർച്ച് നടന്നിരുന്നത്, കേസ് എങ്ങനെയാണ് സോൾവ് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഷെർലക് ഹോംസ് മ്യൂസിയമാണ് നമ്മൾ ഇന്ന് അവസാനമായിട്ട് പോയ സ്ഥലം. ഇനി നമ്മൾ ലണ്ടനോട് ബൈ ബൈ പറയുകയാണ്. പക്ഷേ UK നിന്ന് തിരിച്ചു പോകാനായിട്ടില്ല. നമുക്ക് 2 ദിവസം കൂടെ UK-യിലുണ്ട്. പോണതിന് മുന്നേ ഈ ചുവന്ന ഡബിൾ ഡെക്കർ ബസ്സിലും കൂടെ കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലും കൂടെ കയറി. അപ്പോൾ ബാക്കിയുള്ള UK കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.